വയനാട് ചൂരൽമലയിലെ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ. പാലത്തിന്റെ തൂണുകൾക്ക് താഴെ മണ്ണ് ഒലിച്ചുപോയി. പാലം വഴി മുണ്ടക്കൈയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഏറ്റവും പുതിയ വിവരം? മോത്തി, ചൂരൽമല ദുരന്തമുണ്ടായ സമയത്ത് ഈ പുന്നപ്പുഴ കുത്തിയൊലിച്ചു പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പാലം തകർന്നിരുന്നു. അതിന് പകരമായി അന്ന് സൈന്യം നിർമ്മിച്ചതാണ് ഈ ബെയിലി പാലം. ഈ പാലം വലിയ വാർത്തയാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഈ മണ്ണിടിച്ചിലും ഈ മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായ സമയത്ത് നമുക്കിപ്പോൾ താഴെ കാണുന്ന ദൃശ്യം, ഈ പാലത്തിൻ്റെ കൂടിന് താഴെയുള്ള ബേസ്മെൻറ്റിന് അവിടെയുള്ള മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. ബേസ്മെൻറ്റ് പുറത്ത് കാണുന്ന സ്ഥിതിയിലാണ്. ഒപ്പം തന്നെയാണ് ഈ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി, സംരക്ഷണ ഭിത്തിയുടെ ഈ ഭാഗങ്ങളിൽ വിള്ളൽ കാണുന്നത്. ഈ സമാനമായ രീതിയിൽ ഷഹീദ്, മൈക്കൊന്ന് അടുപ്പിച്ച് വെച്ച് സംസാരിച്ചാൽ നന്നായിരിക്കും. ശബ്ദം വളരെ കുറവാണ്. മോത്തി, ഈ സംരക്ഷണ ഭിത്തി, അതായത് ഈ പാലത്തിന്റെ തൂണുകൾക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ വേണ്ടി അന്ന് തന്നെ സൈന്യം പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഒരുക്കിയ സംരക്ഷണ ഭിത്തിയുടെ 3 ഭാഗങ്ങളിൽ ഇപ്പോൾ വിള്ളലുകൾ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ വരുന്നുണ്ട്. ഇത് അപകട ഭീഷണിയിലാണോ? എന്താ സാഹചര്യം? ഇതിപ്പോൾ ഈ കണ്ടീഷനിൽ പോകുകയാണെങ്കിൽ അവിടെ അപകട ഭീഷണിയിൽ തന്നെയാണ് ഉള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജൂലൈ 30 കഴിഞ്ഞ വർഷം ജൂലൈ 30 ഈ പ്രകൃതി ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ, അക്കരെ കിടക്കുന്ന ജനങ്ങളുടെ ഇവാക്വേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഇത് ശരിക്ക് സർക്കാരിന് ഈ പട്ടാളം 30 മണിക്കൂർ കൊണ്ട് പണിത് കൊടുത്തിട്ട് പോകുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് സംരക്ഷണ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ആയിരുന്നു. ഇതിനെ സംരക്ഷിക്കേണ്ട 6 മാസം മുൻപ് ഇത് പണിത അതേ മേജർ ജനറൽ മാത്യു സാബ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് എത്രയും പെട്ടെന്ന് മഴ പിടിക്കുന്നതിന് മുൻപ് ഇതിനെ സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സംരക്ഷണ ഭിത്തി ഒരുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്ക് ബേസ്മെന്റിൽ കെട്ടിയ ഈ വലയും മണ്ണും അതിലേക്ക് വെള്ളം കയറാത്ത പോലെയുള്ള സംരക്ഷണ ഭിത്തിയായിരുന്നു ആവശ്യം. വെള്ളം ഒലിച്ച സമയത്ത് അത് ഒഴുകിപ്പോയി. ഇത് കംപ്ലീറ്റ് വെള്ളം അതിര് കവിഞ്ഞ് ഒഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ബേസ്മെന്റിലേക്ക് വെള്ളം കയറി. ഈ സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ കൂടി വെള്ളം കയറി ആ കംപ്ലീറ്റ് അതിനകത്ത് വെച്ചിരുന്ന കല്ലും മണ്ണും ഒക്കെ തിരിച്ചെടുത്ത് കൊണ്ടുപോയി. ഇതാണ് ഇപ്പോൾ നാട്ടുകാരൻ പറഞ്ഞതാണ് ഈ സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ ഇവിടെ കാണുകയും ചെയ്യാം. ഈ താഴ്ഭാഗത്തുള്ള മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും ഈ ഒലിച്ചു പോയിട്ടുണ്ട്. അത് ഇന്നലെ കൂടുതൽ വെള്ളം ഒഴുകുകയും മണ്ണുമൊക്കെ ഒഴുകി വന്ന സമയത്ത് ഈ പാലത്തിനടിയിലുള്ള സംരക്ഷണ ഭിത്തിയും മറികടന്നുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് ഒഴുകിയതാണ് ഈ മണ്ണ് അടിയിൽ ഒഴിച്ചു പോകാനുണ്ടായ കാരണമെന്നാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ബേസ്മെൻറ്റ് ആ തൂൺ പില്ലർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ സംരക്ഷണ ഭിത്തിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ തകർന്ന നിലയിലുണ്ട്. ഈ ഭാഗത്ത് ഈ സംരക്ഷണ ഭിത്തി സംസ്ഥാന സർക്കാർ ഒരുക്കിയതാണ്. നേരത്തെ തന്നെ അവിടെ ഈ സംരക്ഷണ ഭിത്തിക്ക് ഈ സുരക്ഷിതത്വത്തിന്റെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടോ? മോത്തി, ഇന്നലെ ഉണ്ടായ ഈ മലവെള്ളപ്പാച്ചിലാണ് ഈ വെള്ളം ഈ പുന്നപ്പുഴ കുത്തിയൊഴുകി ഈ സംരക്ഷണ ഭിത്തിയും മറികടന്ന് പാലത്തിൻ്റെ അടിയിലുള്ള തൂണിലുള്ള മണ്ണുമൊക്കെ ഒലിച്ചു പോകുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് ഈ സാഹചര്യം കൂടുതൽ വ്യക്തമായി കാണാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ ൂടെയുള്ള, അതായത് മുണ്ടക്കൈയിലേക്കുള്ള ഇപ്പോഴുള്ള യാത്രാമാർഗം ഈ ബെയിലി പാലമാണ്. അതിലൂടെ ആളുകൾ പോകരുതെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഏതായാലും ഈ സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നേരത്തെ തന്നെ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ വലിയ ചരൽക്കല്ലുകൾ വെച്ചുകൊണ്ട് ഒരു നെറ്റിൽ ഈ രീതിയിലുള്ളൊരു അതിനൊരു കവർ ചെയ്യുന്ന സാഹചര്യം അത്തരത്തിലുള്ളൊരു പ്രവൃത്തി നടത്തി അതിന് പുറത്ത് കോൺക്രീറ്റ് കൊണ്ട് ഒരു സംരക്ഷണ ഭിത്തി ഒരുക്കുകയും ചെയ്തു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഇന്നലെ വെള്ളം അതിൻ്റെ അടിയിലൂടെ തൂണിനടിയിലൂടെ ഒഴുകിപ്പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംരക്ഷണ ഭിത്തിയും 3 സ്ഥലത്ത് ചെറിയ വിള്ളലുകളുണ്ട്. ഒരു ഭാഗത്ത് ചെറിയ തോതിൽ താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ തൂണിന് താഴെയുള്ള മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിന് 2 അറ്റവും 2 കരകളിലുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ കര തൊട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ വെച്ചിരിക്കുന്ന ഒരു തൂണിനാണ് ഇപ്പോൾ ബലക്ഷയം അല്ലെങ്കിൽ ബലക്ഷയം ഉണ്ടാകുമെന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന സാഹചര്യമുള്ളത്. അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയതുകൊണ്ട് ഇനി ഇത് കൂടുതൽ മണ്ണിട്ട് മണിക്കൂറുകൾ തുടർന്നാൽ ഇത് പാലത്തിന്റെ ഉറപ്പിനെ കാര്യമായി തന്നെ ബാധിക്കില്ലേ? മോത്തി, പ്രാഥമികമായി നമ്മൾക്ക് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ പാലത്തിന് ആകെ ഒരു തൂൺ മാത്രമാണുള്ളത്. 2 അറ്റവും 2 കരകളിലായി
ഒന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും 2 കരകളിലായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നടുവിലൊരു തൂണാണുള്ളത്. അപ്പോൾ ഈ കരക മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സപ്പോർട്ടായി നിൽക്കുന്നത് ഈ തൂണാണ്. ഈ തൂണിനടിയിലുള്ള മണ്ണാണ് ഇപ്പോൾ ഒലിച്ചുപോയ നിലയിലുള്ളത്. അതിൻ്റെ ബേസ്മെൻറ്റ് നമുക്കവിടെ കാണാനും കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആ തൂണ് ഏതെങ്കിലും തരത്തിൽ ഇളകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പാലത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അത് ഭീഷണിയാകും എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇനി വിദഗ്ധരൊക്കെ എത്തി അതിനെക്കുറിച്ച് പരിശോധിക്കുകയും അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തേണ്ടതുണ്ട്. പ്രാഥമികമായി നമുക്ക് ആ മണ്ണ് ഒലിച്ചു പോയതുകൊണ്ട് ആ തൂണിനടിയിലുള്ള ബേസ്മെൻറ്റ് ഇപ്പോൾ പുറത്ത് കാണുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെയെങ്കിൽ പാലത്തിന് ആ തരത്തിലുള്ള ഇതിന് സപ്പോർട്ട് നൽകുന്ന ഈ തൂൺ ഇളകിക്കഴിഞ്ഞാൽ പാലത്തിന് ബലക്ഷയം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രാഥമികമായി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്.